റൈറ്റ്. ഒന്ന് കൈയൊക്കെ അടുത്ത ആളെ മേത്ത് തട്ടണ്ട. ഒന്ന് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് മൂവ് ചെയ്തേ, വെറുതെ കൈയൊക്കെ ഒന്ന് മൂവ് ചെയ്തോളൂ. കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്കും സൈഡിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ഒന്നൊരു വാമ്പ്. ദാറ്റ്സ് ഓൾ. മൂവ് ചെയ്താ ഷറാവട്ടെ, മുഖത്ത് സന്തോഷം വരട്ടെ. ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, കാരണം പറയാം. ഒന്ന് മൂവ് ചെയ്തോളൂ ഷറായിട്ട്. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റൊക്കെ ചെയ്യാം. റൈറ്റ്. ഇനി കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടയാം ഷറായിട്ട്. ഒന്ന് കുടഞ്ഞോ, ചെറിയ ഗ്യാപ്പ്. കാലൊക്കെ ഒന്ന് കുടയാം. ചെറുതായിട്ടൊന്ന് 2 ജമ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ? എന്താ ജമ്പ് ചെയ്തോ? ചെയ്യട്ടെ. ചെറിയ ഞാൻ ഇവിടെ വയസ്സുള്ള ആൾ ചെയ്യുന്നു. പോരട്ടുണ്ട്. ജമ്പ് ചെയ്യാം. 1 2 3 4 5. റൈറ്റ്. ക്ഷണിച്ച. ഇനി നെക്സ്റ്റ് ഒരു ബ്രീത്തിങ് നല്ല രീതിയിൽ നമ്മളൊരു നോസിൽ ഇങ്ങനെ കൈവച്ചിട്ട് നമ്മൾ ശ്വാസം എടുക്കുക. അടുത്ത നോസ് ക്ലോസ് ചെയ്തിട്ട് അതിൽ വിടുക കേട്ടോ. ഓക്കെ, ചെയ്തോളോ. ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കുക, അടയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. ഓക്കെ. ഞാനത് എന്തിനാ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയാം. ഒന്ന് മഴയൊക്കെ പെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നിങ്ങൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ കുട്ടികളാണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾ ആക്റ്റീവാണ്, നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു കോളേജിൽ പുതിയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിതം ഇതിലേക്ക് എത്തിയിട്ടില്ലേ അവിടെ. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാം. നമ്മൾ എഴുന്നേറ്റ് നിന്നു, നമുക്ക് എന്താ പറയുക, ഒന്ന് ചാടാൻ പറ്റി, കയ്യൊക്കെ അനക്കാൻ പറ്റി അല്ലേ, കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ബ്രെയിൻ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. നമുക്ക് വിഷമമുണ്ട് അല്ലേ അൻവർ? ഓക്കെ. പക്ഷേ ദൈവം ഒരു വിഷമം കൊടുത്തു. പക്ഷേ അൻവർ ഇതിനേക്കാൾ മറ്റെന്തെങ്കിലും കഴിവ് അൻവറിനുണ്ടാവും. ചില ആൾക്കാർക്ക് ദൈവം ചില അനുഗ്രഹങ്ങൾ കൊടുക്കും, ചില വിഷമങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കാം. എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണ്ടേ? നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തന്നതിന് അല്ലേ, നമുക്ക് ചിന്തിക്കാനുള്ള തലച്ചോറ് തന്നതിന്, നല്ല കണ്ണുകൾ തന്നതിന്, കേൾക്കാൻ ചെവിക്ക് യാതൊരു കുഴപ്പമില്ലാത്തതിന്, ശ്വസിക്കാൻ പറ്റുന്നതിന് അല്ലേ, അതേപോലെ തന്നെ കൈകാലുകൾ തന്നതിന്, അത് ചലിപ്പിക്കാൻ പറ്റുന്നതിന്, ഇതിനൊക്കെ നമ്മൾ ഒരു 2 മിനിറ്റ് കണ്ണടച്ചിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ പ്രകൃതിക്കും പ്രകൃതിയിലെ വിഭവങ്ങൾക്കും നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മേനെയും എല്ലാവരും മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഗുരുക്കന്മാരെ ഓർക്കുക. നമ്മൾ വന്ന വഴികൾ ഒരു 2 മിനിറ്റോളം ഒന്ന് കണ്ണടച്ച് ഓർത്ത് അല്ലേ, മനസ്സിൽ നന്ദി 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 എന്ന് പറയാം കേട്ടോ. എന്താ പറയണ്ടേ? എല്ലാറ്റിനും നന്ദി നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നന്ദി. കാരണം ഈ ലോകത്തിൽ നന്ദിനേക്കാൾ മനോഹരമായ വാക്കില്ലേ അവിടെ കേട്ടോ. നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നുവോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ എന്ത് കിട്ടും? സൗഭാഗ്യങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ട് കുറച്ച് സമയം കണ്ണടച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നന്ദി നന്ദി നന്ദി.